ഈ രാജ്യം കൊള്ളയടിച്ചവന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇങ്ങനെ ഒരു കൊള്ളക്കാർ രാജ്യം ഭരിച്ചിരുന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അവൻ്റെ ചരിത്രവും അവൻ്റെ ഭാര്യയുടെ ചരിത്രവും അവൻ്റെ മകളെ കെട്ടിച്ച ചരിത്രവും അവരുടെ സുഖവാസ കേന്ദ്രമൊക്കെ നമ്മളറിയണം. അതൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്തിനാ നീ നെഹ്റുവിനെ പറ്റി പഠിക്കുന്ന പോലും തെറ്റാന്ന അഭിപ്രായക്കാരനായിരുന്നു. നെഹ്റു ആരാ? നെഹ്റു മുസ്ലിം എന്നറിയാവോ? സുൽത്താനായിക്ക് അറിയാവോ? സുൽത്താൻ ഒരു മുസ്ലിമാണല്ലോ. നെഹ്റു മുസ്ലിം എന്നുള്ള അറിയാമോ? അറിയത്തില്ല. ജവഹർലാൽ ഒന്നാം തരം മുസൽമാനാണ്. മുസൽമാനായെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെറ്റൊന്നുമില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസൽമാനാണ്. മോത്തിലാൽ നെഹ്റുവിൻ്റെ വാപ്പ ഉണ്ടല്ലോ അറിയപ്പെടുന്ന മുസ്ലിം മതപണ്ഡിതനായിരുന്നു. എന്നുവെച്ചാൽ അയാൾ ഗാന്ധി കാരണം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അത് ഏകദേശം 86% ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ ഒരു മുസ്ലിമാൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ അംഗീകാരം കിട്ടാൻ എന്ന് പേടിച്ചിട്ട് നെഹ്റു മുസ്ലിം മതമില്ലാത്തവനാണെന്നും പറഞ്ഞ് ജീവിച്ചു. പുള്ളി എന്നിട്ട് സുഖമായിട്ട് 5 നേരം നിസ്കരിച്ചിരുന്നു. ഇതാ സത്യം. ഇതിപ്പോൾ എല്ലാം പുറത്ത് വന്നു. മത്തായി എഴുതിയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും എല്ലാവരും സത്യം മനസ്സിലാക്കി. അതാണ് അതിൻ്റെ സത്യം. മുസ്ലിം പ്രധാനമന്ത്രിയായ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചിരിക്കുക.